ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പണ്ട് മുതലേ വൻ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാൻ ഈ രാജ്യങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ചൈന പിന്തുടർന്നു വന്നിരുന്ന നയങ്ങളായിരുന്നു ഇതിന് പിന്നിൽ. ഈ സാഹചര്യത്തിൽ ചൈനയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി യൂറോപ്യൻ ശക്തികൾ ചൈനയിൽ കറുപ്പ് വ്യാപാരം ആരംഭിച്ചു. ചൈനീസ് ജനത കറുപ്പിന് അഡിക്റ്റായി. അവർ സാമ്പത്തികമായി തകരാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ 1839 കറുപ്പുമായി വന്ന ഒരു ഇംഗ്ലീഷ് കപ്പൽ ചൈനക്കാർ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1839-42 കാലഘട്ടത്തിൽ ചൈനയും ഇംഗ്ലണ്ടും തമ്മിലുണ്ടായ യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. 1842 നാൻകിൻ ഉടമ്പടിയിലൂടെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കുന്നത്. ചൈനയ്ക്ക് വൻ പ്രഹരമേൽപ്പിച്ച ഒരു ഉടമ്പടിയായിരുന്നു ഇത്. ചൈനയുടെ കൈവശമുണ്ടായിരുന്ന ഹോങ്കോങ് തുറമുഖം ബ്രിട്ടന് വിട്ടു നൽകേണ്ടി വന്നു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം 1997 ഈ തുറമുഖം ബ്രിട്ടൻ ചൈനയ്ക്ക് തിരികെ നൽകിയത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ശേഷം ചൈന പലവിധ ഇളവുകളും തങ്ങളുടെ രാജ്യത്ത് ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ ശക്തികൾക്കും അനുവദിച്ചു നൽകി. എന്നാൽ ഈ ഇളവുകൾ പോരാ എന്ന് അവർ നിർബന്ധം പിടിച്ചു. ഇത് 1856 മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. 1856 തുടങ്ങി 1860 വരെ നീണ്ട ഈ യുദ്ധമാണ് രണ്ടാം കറുപ്പ് യുദ്ധം. 1858 ടൈൻസൺ ഉടമ്പടി, 1860 പീക്കിംഗ് കൺവെൻഷൻ എന്നിവയിലൂടെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം അവസാനിക്കുന്നത്. അതോടുകൂടി കറുപ്പ് വ്യാപാരം നിയമാനുസൃതമായി മാറി.